മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഒരു കാലം മുഴുവൻ ജീവിതം നശിപ്പിച്ചവർ എൻ്റെ ചർച്ചിൽ ദൈവത്തെ ആരാധിക്കുന്നു. പലർക്കും നല്ല വീട് കിട്ടിയിട്ടില്ല, കാറ് കിട്ടിയിട്ടില്ല, ബംഗ്ലാവ് കിട്ടിയിട്ടില്ല. പക്ഷെ അവരൊക്കെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സ്തോത്ര. ടാർപ്പയുടെ കീഴെ താമസിക്കുന്നവരെൻ്റെ ചർച്ചിനകത്തുണ്ട്. അവരാ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ തുള്ളി നൃത്തം ചവിട്ട് ദൈവത്തെ ആരാധിക്കുന്നത്. കാര്യമെന്താ? ഞാനവരോട് ചോദിക്കുന്നു, നിങ്ങൾക്കൊരു വീര്യപ്രവൃത്തി കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവര് പറയും ഏറ്റവും വലിയ വീര്യപ്രവൃത്തിയാണ് അമ്മയ്ക്കും അപ്പനും വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ടാത്ത, തലമുറയ്ക്ക് വേണ്ടാത്ത, ലോകത്തിന് ശാപമായി ഗുരുക്കന്മാർക്ക് തലവേദനയായി നടന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സാന്തരം നൽകി തന്ന് ഒരു നാമമുണ്ട്. ആ നാമത്തെയാ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. പൗലോസിന്റെ ആ മരണത്തോടടുക്കുന്ന നിമിഷങ്ങൾ തിരുവഴുത്തിൽ ശ്രദ്ധേയമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ലേഖനത്തിനകത്ത് പൗലോസ് തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, അവൻ നീ പോയിട്ട് വരുമ്പോൾ അവൻ ഈ കാരാഗ്രഹത്തിന്റെ ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൻ ആ പുതപ്പും കൂടെ നീ ഒന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ നല്ലത് എന്ന് ആഗ്രഹിച്ചു, ആവശ്യപ്പെട്ടു. പക്ഷെ പുസ്തകം പറയുന്നു അത് കൊണ്ടുവരുന്നതിന് മുൻപിട്ട് പൗലോസ് രക്തസാക്ഷിയായി തീർന്നു. ഈ ഭൂമിയിൽ ഏത് കൊലം കുറ്റവാളിയായി ജീവിക്കുന്ന മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ ഇവിടുത്തെ നീതിന്യായ കോടതികൾ തയ്യാറാകുന്നെങ്കിൽ ഈ ഒരു ആയുസ് മുഴുവനും തമ്പുരാനു വേണ്ടി ജീവിതം ഊറ്റിവെച്ച് പൗലോസിന്റെ അവസാനത്തെ ആഗ്രഹമാകുന്ന പുതപ്പ് കിട്ടാതെ പൗലോസ് മരണപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചു, പൗലോസേ, അങ്ങക്ക് ഈ ദൈവത്തോട് ദേഷ്യമില്ലേ? ഈ വിശ്വാസത്തെ ത്യജിക്കാൻ തോന്നുന്നില്ലേ? പൗലോസ് പറയുന്നില്ല, അവ പുതപ്പ് കിട്ടിയില്ലെങ്കിലും അതിനേക്കാൾ വലിയ മാനസാന്തരം അവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എനിക്ക് യേശു നൽകിയത് കൊണ്ടാണ് ആയിരക്കണക്കിന് ജനത്തെ എനിക്ക് നേടാൻ പറ്റിയത്, പട്ടണങ്ങളിൽ സഭകളെ ജനിപ്പിക്കാൻ പറ്റിയത്, സുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയത്. മാനസാന്തരമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? കയ്യടി കുറയും, ആമയും കുറയും, സ്തോത്രം കുറയും. അപ്പോൾ ശ്രദ്ധിച്ചേ, വീര്യപ്രവർത്തികൾ യേശു മാത്രമല്ല ചെയ്യുന്നത്, അത് ഈ ലോകത്തിൻ്റെ ശക്തിയും ചെയ്യും. സ്തോത്രം. അതിനകത്തൊരു പദമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അവ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാൻ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. വൃതന്മാരെയും തെറ്റിപ്പാൻ. അപ്പൊ പിശാച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നത് നമ്മെ തെറ്റിക്കാനാണ്. ദൈവവചനത്തിൽ നമ്മളെ തെറ്റിക്കാനാണ്. കർത്താവിൽ നമ്മളെ തെറ്റിക്കാനാണ്. നിത്യതയിൽ നമ്മളെ തെറ്റിക്കാനാണ് പിശാച് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്ന് വരുന്ന യേശുവിനേക്കാളും കൂടുതൽ പ്രസംഗം തരുന്ന യേശുവിനെയാ. ഞാൻ അവസാനം പ്രാർത്ഥിക്കാൻ ഒരു 5 മിനിറ്റ് സമയം എടുക്കും. ചിലപ്പം മുട്ടുവേദനയും തേയ്മാനവും മുഴയും ഒന്നും പറഞ്ഞില്ലേലും സ്തോത്രം, ഇതൊക്കെ കർത്താവ് ചെയ്തോളും. തരുന്ന യേശുവിനേക്കാളും വലിയതാ വരുന്ന യേശു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. ജീവിതത്തിൽ കർത്താവിൽ നിന്നൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി ആ ശൂലമൊന്ന് മാറാൻ ആകപ്പാടെ ഒരൊറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചു. തമ്പുരാൻ പറഞ്ഞു തരത്തില്ല. എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞ് ആകുന്നത് വരെ എന്തോ കൊടുത്തില്ല, സൗഖ്യം കൊടുത്തില്ല. സ്തോത്രം. പക്ഷെ തമ്പുരാൻ പറഞ്ഞു സൗഖ്യം തരത്തില്ല, കൃപ തരാം. രക്തത്താൽ ജയം. ഇന്ന് രാത്രിയിൽ ശരീരത്തിൽ ഒരു രോഗവും ഇല്ലാത്തവരും മാത്രം ഒന്ന് കരമുയർത്തി. എൻ്റെ ശരീരത്തിൽ ഒരു രോഗവും ഇല്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇവിടെ മുട്ടേയിരിക്കും. നിങ്ങൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം.
സ്തോത്രം. പ്രായം ഇത്രയുള്ളെങ്കിലും മുടി മുതൽ അടി വരെ പ്രശ്നങ്ങളാണ്. പിന്നെ പാസ്റ്ററെ സ്തോത്രം, ഇപ്പോഴേ ഈ സ്റ്റെപ്പൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുക. പാസ്റ്ററൊക്കെ ഓടിക്കേറിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, അസൂയുണ്ടായി എനിക്ക്. ഒരു 3-4 ദിവസമായിട്ട് എന്തോ ഒരു പിടുത്തം പോലെ. സ്തോത്രം. പിടുത്തം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയല്ല, ഓടുന്ന അതാ കൃപ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ശരീരത്തിൽ രോഗമില്ലാത്തവരാരും ഇതിനകത്തിരിപ്പില്ല. ആ രോഗം ഉള്ളപ്പോ തന്നെ നീ കാറോടിച്ചും നടന്നും ബസ്സിലും ഇവിടെ വന്നെങ്കിൽ അതാ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. രോഗശയ്യയിലും കൂടെയിരിക്കുന്ന കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ രോഗശയ്യയിലും കൂടെയിരിക്കുന്ന രോഗശയ്യയിലും കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. സന്തോഷത്തോടെ നിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ. കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു പാട്ട് പാടിയപ്പോൾ ഒരുത്തരും കസേരയില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നുകൊണ്ട് വാട്സപ്പിനകത്ത് ഞെക്കി വിടുക സാധനം. ഞാൻ പറഞ്ഞു, നീ ഒന്നും വന്നില്ലേ, ഞാൻ കയറിയിരുന്ന് അടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ കട്ടയും കാണത്തില്ല അവിടെ. ചിലക്കിതൊക്കെ തമാശയാ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പിശാച് വീര്യപ്രവൃത്തി ചെയ്യും. എന്തിനാ ചെയ്യുന്നേ? തെറ്റിക്കാനാ ചെയ്യുന്നേ. പക്ഷെ തമ്പുരാൻ എന്തിനാ അത്ഭുതങ്ങൾ ചെയ്യുന്നേ? എബ്രായ ലേഖനത്തിനകത്ത് ഒരു ശ്രദ്ധേയമായ വാക്യം ഞാൻ പറയാം. എബ്രായ ലേഖനം 2:3-4 കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഇന്ന് രാത്രി ഞാൻ കാട്ടാക്കട ദേശത്തോട് വിളിച്ചു പറയട്ടെ. തമ്പുരാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമ്മളെ രക്ഷയിലേക്ക് അടുപ്പിക്കാനാ, ദൈവത്തിലേക്ക് അടുപ്പിക്കാനാ. കർത്താവിലേക്ക് അടുപ്പിക്കാതെ മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നതൊന്നും തമ്പുരാന്റെ അത്ഭുതങ്ങളല്ല. ഇപ്പോ എന്തുവാ നടന്നേ? പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾ എന്തുവാ നടന്നേ, പറ എന്തുവാ നടന്നേന്ന്. മോളിക്കുട്ടി ആകെ പേടിച്ചു. പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. നടന്നു 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 സ്വതന്ത്രം പറഞ്ഞു. രാത്രി എല്ലാ തട്ടിപ്പും ദൈവം പൊട്ടിക്കും. 2025 എൻ്റെ പ്രാർത്ഥനയാണ്, സത്യമല്ലാത്തത് ദൈവത്തിന് ജനത്തെ അകറ്റുന്ന അവ സകല ദുരുപദേശ കച്ചവടങ്ങളും യേശുവിന്റെ നാമത്തിൽ പൂട്ടപ്പെടട്ടെ. നാളുകളായി വർഷങ്ങളായി വിശുദ്ധിയിൽ നിന്ന് അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ജനത്തെ വിടാതെ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നതിലേക്ക് ജനത്തെ ആകർഷിക്കുന്ന ആകർഷണ വലയത്തിന്റെ ശക്തികളെ ദൈവാത്മാവ് തകർക്കുമെന്ന്. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട അഭിഷക്തന്മാരെ, 120 വർഷം പ്രസംഗിച്ചിട്ടും വെട്ടകത്തിന് എത്ര പേരാ? ഞാൻ നോഹയപ്പച്ചനോട് പറഞ്ഞു, നോഹയപ്പച്ച, നാട്ടുകാരെ മൊത്തം നേടിയില്ലെങ്കിൽ വീട്ടുകാരുണ്ടല്ലോ.
വീട്ടുകാരുണ്ടല്ലോ എന്ന്. ഭാര്യയും പിള്ളേരും മരുമക്കളൊക്കെ ഇല്ലേ? അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായോ? രക്തത്താലും വചനത്താലും ജയമെടുക്കുക. അവ കുടുംബമായിട്ട് ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെ സന്തോഷം വേറെന്താ? അതുപോലെ കുടുംബമായി നിത്യതയിൽ താമസിക്കുന്നത് സന്തോഷം വേറെന്താ? അത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. 2025 കുടുംബമായിട്ടൊക്കെ കർത്താവിലേക്ക് വരാത്തവർ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ മോള് നിൽക്കുന്ന അമേരിക്കയിലേക്ക് എന്നെ അയക്കണേ എന്നല്ല, ഞങ്ങളുടെ കുടുംബമായി UK സെറ്റിലാക്കണേ എന്നല്ല. ഇന്ന് രാത്രി അമേരിക്ക അയക്കുകയോ അയക്കാതിരിക്കുകയോ, UK സെറ്റിലാകുകയോ സെറ്റിലാക്കാതിരിക്കുകയോ, പക്ഷെ ഞങ്ങൾക്ക് കുടുംബമായി അങ്ങയുടെ അടുക്കൽ ഇരുന്ന് അങ്ങേ ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ, പ്രത്യാശയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത് തെറ്റിക്കാനല്ല, നമ്മളെ അത്ര വലിയ രക്ഷയിലേക്ക് നമ്മളെ ഒന്ന് അടുപ്പിക്കാനാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉപദേശി അത്ഭുതങ്ങൾ നടന്നാലേ രക്ഷയിലേക്കൊരാൾക്കടുക്കാൻ പറ്റുമോ? ചിലപ്പം അത്ഭുതങ്ങൾ അതിനൊരു മുഖാന്തരമാണ്. എൻ്റെ പിതാവ് ഉപദേശിമാരെ അടിച്ചോണ്ട് നടന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതമായിരുന്നു, മാനസിക രോഗിയായി ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റൽ കൈവിട്ടെൻ്റെ പിതാവിനെ മാർത്താണ്ഡം തെരുവിൽ നിന്നൊരു പാസ്റ്റർ കൊണ്ടുപോയി 6 മാസം പ്രാർത്ഥിച്ച് യേശു ഇറങ്ങി വന്ന് വിടുവിച്ചത്. ചിലരുടെ കേസിൽ അത്ഭുതങ്ങൾ നടക്കണം. അതിന്ന് രാത്രിയും കർത്താവ് ചെയ്യും. പക്ഷെ എന്നെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ധനവാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ ധനവാൻ അവൻ യാതനാസ്ഥലത്ത് ചെന്നപ്പോൾ മുകളിലോട്ട് നോക്കി അബ്രഹാം പിതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരത്ഭുതം ചെയ്യണം. അബ്രഹാം പിതാവ് ചോദിച്ചു, എന്നാ? ലാസർ ഉണ്ടല്ലോ, മരിച്ച് മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി അടക്കിയ ലാസർ ഉണ്ടല്ലോ, ഇവരുടെ അടക്കത്തിന് ഭയങ്കര പ്രത്യേകത വേദോസവും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചുമ്മാ ഒന്നുമല്ല. ഈ ലാസർ മരിച്ചു അടക്കപ്പെട്ടെന്ന് വ്യക്തമായിട്ട് എഴുതി. പക്ഷെ ധനവാൻ മരിച്ച് അടക്കപ്പെട്ടെന്ന് എഴുതി, ലാസർ മരിച്ച് അടക്കപ്പെട്ടെന്ന് എഴുതിയില്ല. അത് തെറ്റുപറ്റിപ്പോയതല്ല, വിട്ടുപോയതല്ല. 9 തവണയായപ്പോൾ ആശീർവാദം പറഞ്ഞത് കൊണ്ട് പരിശുദ്ധാത്മാവ് പേന മാറ്റി വെച്ചതല്ലേ. അവ നടന്നാലല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. ധനവാൻ അടക്കം കിട്ടി, ലാസറിന് എടുക്കപ്പെട്ടു. നമുക്കൊക്കെ ഇവിടെ അടക്കം കിട്ടുന്നതാവല്ല. ചിലരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ കർത്താവിലേക്ക് വരണം, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കുന്നത് അടക്കാൻ സ്ഥലമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ചാവാനാമേ എൻ്റെ പൊന്നമ്മാമേ ഇങ്ങോട്ട് വരണ്ട, അവിടെ കാണാൻ നിന്നോ, രക്തത്താൽ ജയമെടുക്കട. കോവിഡ് വന്നപ്പം നിന്നെ ഏത് കുടുംബക്കല്ലറയിലാണ് അടക്കിയേ? കോവിഡ് വന്നത് ഏത് കുടുംബക്കല്ലറയിലാണ് അടക്കിയത്? ഫ്ലൈറ്റ് പൊട്ടി എത്ര എണ്ണം കത്തി ചാമ്പലായി, ഏത് കുടുംബക്കല്ലറയിലാണ് അടക്കിയത്? എടാ, എവിടെങ്കിലും അടക്കട്ടെന്ന്. ഹല്ലേലൂയ. ഈ മണ്ണിനകത്ത് പോവും, ആര് എങ്ങനെ മരിച്ചാലും പോവും, പക്ഷെ അടക്കമല്ല വിഷയം, എടുക്കപ്പെടുന്നതാ വിഷയം. ഹല്ലേലൂയ. ലാസർ മരിച്ചപ്പോ തമ്പുരാന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ദൂതന്മാരെ കൊണ്ടുപോകുക. ഇവിടെ അകമ്പടി താളമേളങ്ങളുടെ അകമ്പടിയോടെ ഹല്ലേലൂയ ധനവാന്റെ മരണമൊരാഘോഷമാക്കി ആൾക്കാർ മാറ്റിയപ്പോൾ മന്ത്രി പ്രമുഖർ വന്നിട്ടുണ്ട്, MP വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, ഈ ധനവാൻ നല്ലവനായിരുന്നു, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇഷ്ടം പോലെ പിരിവ് തന്നവന്, അവൻ ഞങ്ങൾക്ക് പള്ളി വെക്കാൻ കാശ് തന്നവന്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, സ്തോത്രം. ജീവനോടിരിക്കുന്ന സമയത്ത് ഈ നല്ല വർത്തമാനം പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ജാപത്തില്ലായിരുന്നു. എൻ്റെ പൊന്നച്ച ചത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാന്നറിയോ, ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ ആഘോഷമാണ്. ഒരു 3 ലക്ഷം രൂപ ഇല്ലാതെ ചാവാൻ പറ്റത്തില്ല. കുറഞ്ഞതൊരു 3 ലക്ഷം വേണം. ചത്ത് ഒരു ദിവസം കഴിയുന്നതിന് മുമ്പിട്ട് ലൈവുകാർ വീട്ടിൽ വന്ന് പറയാ, അപ്പൻ്റെ ലൈവ് എനിക്ക് തരാമേ. പപ്സുകാരും
പഴംപൊരിക്കാരും എന്ന് പറയും ഞങ്ങൾക്ക് പപ്സിൻ്റെ ഓർഡർ തരാവേ. ടാർപ്പാളകാരും പന്തലുകാരും കസേരക്കാരും എല്ലാം ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് അവർ നോക്കിയിരിക്കുക നമ്മുടെ വീട്ടിൽ ഒന്ന് ചാവാൻ. ഹല്ലേലൂയ. പിന്നെ കുറച്ചില്ലല്ലയോ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. ഇവിടെ അത്ര ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയുക. ഹല്ലേലൂയ. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ 3 ദിവസം ഫ്രീസറിനകത്ത് വെച്ചെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അപ്പച്ചൻ മരിക്കുമ്പോൾ 4 ദിവസം കുറഞ്ഞത് വെക്കണം, വലിയ കുറച്ചില്ല. അങ്ങനെ മത്സരിച്ചങ്ങ് പെട്ടിക്കകത്ത് വെച്ച് മത്സരിച്ചങ്ങ് ആഘോഷിക്കുക. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. മന്ത്രി വന്നാലും MLA വന്നാലും സെൻട്രൽ പാസ് വന്നാലും പ്രസിഡന്റ് വന്നാലും മെത്രാൻ വന്നാലും തിരുമേനി വന്നാലും പൂജാരി വന്നാലും ആര് വന്നാലും ദൂതന്മാർ വന്നില്ലെങ്കിൽ പോകാം. ധനവാൻ പറഞ്ഞു ഒരത്ഭുതം ചെയ്യണം. മരിച്ചുപോയ ലാസറിനെ ഒരത്ഭുതത്തിലൂടെ നീ ഉയർത്തെഴുന്നേൽപ്പിച്ച് എൻ്റെ 5 സഹോദരന്മാരുടെ അടുക്കിലേക്ക് ഒന്ന് സുവിശേഷം പറയാൻ വിട്ടാൽ അവരെല്ലാവരും അടുത്ത കൺവെൻഷന് രക്ഷിക്കപ്പെടും. കർത്താവ് പറഞ്ഞു കൊള്ളാമല്ലോ, ഇപ്പോഴെങ്കിലും ഇവരൊരു മാനസാന്തരമായി. ഇവിടെ ഉണ്ടായില്ല, അവിടെ ഉണ്ടായിക്കോളൂ, ഗോത്രം പറ. കർത്താവ് ഒരത്ഭുതം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. തമ്പുരാൻ പറഞ്ഞു പിന്നെ അവിടെ ബിന്നി ജോൺ പാസ്റ്ററും സൈമൺ പാസ്റ്ററും അഭിഷക്തന്മാരും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ ഒരു കൺവെൻഷൻ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെന്ന്. അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് അത്ഭുതങ്ങൾ വേണമെന്നില്ല. പക്ഷേ ചില അത്ഭുതങ്ങൾ യേശു ചെയ്യേണ്ടി വരും. കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്ക് പ്രിയരെ. അവൻ സ്തോത്രം. അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ അവൻ തമ്പുരാൻ ചെയ്യുന്നത് ഒരു മനുഷ്യനെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനാണ്. നിങ്ങൾക്കറിയാമോ, പാപബോധത്തോടെ പത്രോസ് അത്ഭുതം കണ്ട് നിലവിളിച്ചൊരു നിലവിളിയുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് യേശു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ. പത്രോസ് പറഞ്ഞു കർത്താവേ, തച്ചന്റെ മോനെ, ഗലീല കടലിന്റെ ചരിത്രമറിയാത്തവനെ, എന്താ ഈ പറയുന്നത്? ആശാരിപ്പണി വേണമെങ്കിൽ പോയി ചെയ്യ. ഗലീല കടലിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. ഇവിടുത്തെ നന്നായിട്ട് മത്സ്യത്തിന്റെ വരവും പൊക്കും എനിക്കറിയാം. രാത്രിയിൽ മീൻ പിടിച്ചാലേ മീൻ കിട്ടത്തുള്ളൂ. വലവെട്ടം കണ്ട മീൻ കയറത്തില്ല. അങ്ങ് പറയും നീ പകല് വല വീശാൻ എങ്ങനെ മീൻ കയറൂ? അതൊന്നും പറയാതെ നസ്രയൻ പറഞ്ഞ വാക്കനുസരിച്ച് അവൻ വല വീശിയപ്പോൾ വലയ്ക്കകത്തെല്ലാം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട ഒരത്ഭുതത്തിന്റെ വാർത്ത അവിടെ സംഭവിക്കുമ്പോൾ ഇങ്ങനൊരു ഭാഗം അതിനകത്ത് പത്രോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അത്ഭുതത്തിന്റെ അനന്തരം പത്രോസ് പറയുന്നു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകയാൽ അങ്ങനെ വിട്ടു പോകണമേ. അവിടെ നടന്ന അത്ഭുതം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പാപബോധം ഉണ്ടാക്കിയെന്ന്, യേശുവിലേക്ക് ഒരു അടിപ്പത്തിന്റെ വഴിയാക്കി അവിടെ നടന്ന അത്ഭുതങ്ങൾ കാരണമായെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഞാൻ വീര്യപ്രവർത്തികൾ വേണ്ടെന്നല്ല, വീര്യപ്രവർത്തികൾ വേണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാളും വലിയതാണ് മാനസാന്തരം. അതിനേക്കാളും വലിയതാണ് മാനസാന്തരം. എല്ലാവരും ഇത് പറഞ്ഞേ. അത്ഭുതങ്ങളെക്കാളും പറഞ്ഞാട്ടെ, അടയാളങ്ങളെക്കാളും വീര്യപ്രവർത്തികളെക്കാളും മരിച്ചവർ ഉയർക്കുന്നതിനേക്കാളും വലിയതാണ് മാനസാന്തരം. മാനസാന്തരം നടക്കേണ്ട 2 പ്രധാനപ്പെട്ട മേഖലകൾ കൂടെ പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ മനസാന്തരം പാപിയുടെ മനസാന്തരം. രണ്ടാമത്തെ മനസാന്തരം വിശ്വാസിയുടെ മനസാന്തരം. ഒന്നാമത്തെ മനസാന്തരത്തിലൂടെ കയറി രണ്ടാമത്തെ മനസാന്തരത്തിലൂടെ ഇറങ്ങി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ മനസാന്തരം പാപിയുടെ മനസാന്തരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാനെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന, ലൂക്കോസ് 15:7, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. മെറ്റനായി എന്നൊരു മൂലഭാഷയ തിരിഞ്ഞു വരിക എന്നൊരർത്ഥമാ മനസാന്തരത്തിലുള്ളത്.
മനസ്സാന്തരം വെളിപ്പെടേണ്ട ഒന്നാമത്തെ മേഖല ശ്രദ്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു ഭാവി, മാനസാന്തരപ്പെടുന്ന ഒരു ഭാവി, അവരിൽ മാനസാന്തരം നടക്കുമ്പോ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകത്തില്ലെങ്കിലും സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. സംഘാടകർ പല രീതിയിലാണ് കൺവെൻഷനിൽ സന്തോഷിക്കുന്നത്. ആൾക്കാർ ഒരുപാട് വന്നാൽ സംഘാടകരായ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഈ പകലൊക്കെ പകൽ സമയങ്ങളൊക്കെ ഉള്ള മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ദൈവദാസന്മാർ ഞങ്ങളുടെ ചെവിയിൽ വന്ന് പറയും, പകൽ കൺവെൻഷനൊന്നും അല്ലല്ലോ, ഉപവാസ പ്രാർത്ഥന ഉണർവ് യോഗം വായിക്കൂ. ഞങ്ങൾ പറയും, ദൂതുകളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി തലേ കൈവച്ച് പറയണം. ഞാൻ ചോദിച്ചു എന്തിനാ? എന്നാലേ വൈകിട്ട് വരൂ. അപ്പൊ കൊണപ്പെടാനൊന്നുമല്ല, വൈകിട്ടും കൂടെ എങ്ങനെയെങ്കിലും ഇവരെന്ത് ചെയ്യണം? ഇത് കേൾക്കുമ്പം ദൈവം ദൂതിന്റെ വാതിലെല്ലാം അടയ്ക്കും. അല്ലെങ്കിൽ നല്ല ദൂത് വെളിപ്പെടേണ്ട മീറ്റിംഗ് ആയിരുന്നു, നമ്മിനെ വാതിലടച്ചു, ഇവനൊന്നും വൈകിട്ട് വരണ്ട. നമ്മളിൽ എങ്ങനെ നിന്നാലും ഒരു ദൂതും വെളിപ്പെടത്തില്ല. ഒന്നുകൂടെ പ്രാർത്ഥിച്ച പാസ്റ്റർ വെളിപ്പെടുന്നില്ല, മാം ഒന്നുകൂടെ പ്രാർത്ഥിച്ച പാസ്റ്റർ ഒന്നുകൂടെ പ്രാർത്ഥിച്ച പാസ്റ്റർ, പിന്നെ എന്തെങ്കിലും വെളിപ്പെട്ടിട്ട് പറയേണ്ടി വരും. അതിപ്പോ കുറെ നാളായിട്ട് അങ്ങ് നിർത്തി വെച്ചിരിക്കുക. ആവശ്യത്തിൽ അടിക്കുള്ള വകയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നതേ ഈ ഗ്രൗണ്ടിൽ മുഴുവനും ജനം നിറയുമ്പോഴല്ല, അത് നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ, നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നതേ സ്തോത്രകാഴ്ച പാത്രത്തിലല്ല, സ്തോത്രകാഴ്ച നിറയുമ്പോഴല്ല. അതും വേണം, കർത്താവിന് വേണ്ടി കൊടുത്ത് യാഗം നടത്തണം. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത് ഹല്ലേലൂയ പാപിയുടെ മനസ്സാന്തരത്തിലാണ്. ഓ, ഈ 4 ദിവസം നടക്കുന്ന ജനറൽ കൺവെൻഷനകത്ത് ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ആരാണ് പാപി? വെള്ളമടിക്കുന്നവനാണോ, കള്ളു കുടിക്കുന്നവനാണോ, പെണ്ണുപിടിക്കുന്നവനാണോ? ആരാണ് പാപി? പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപി. പക്ഷെ ഞങ്ങൾ പാപത്തിലല്ലല്ലോ ജനിച്ചത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഞാൻ അകത്യത്തിൽ ഉരുവായി. ഉലകത്തിൽ ജനിക്കപ്പെടുന്ന സകല മനുഷ്യരും, അവൻ ക്രിസ്ത്യാനിയായാലും, അവൻ പെന്തക്കോസുകാരനായാലും, അവൻ ഹൈന്ദവനായാലും, അവൻ മുസ്ലിം ആയാലും, അവൻ സിഖുകാരനായാലും, അവൻ ജൈനമതക്കാരനായാലും, അവൻ പാസളമോനായാലും, അവൻ തിരുവേരുടെ മോനായാലും, അവൻ സെൻട്രൽ പാസ മോനായാലും, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് പാപത്തിലാണ്. കാരണം ഏക മനുഷ്യനാൽ പാപം, പാപത്താൽ മരണം ലോകത്തിൽ നടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. സ്നേഹിത, നിങ്ങൾ പാപിയാണോ? നിങ്ങൾ പറയും, പാസ്റ്ററേ പാപമെന്ന് പറയുന്നതിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒത്തിരി ഡെഫിനിഷൻ ഉണ്ട്. ഞങ്ങൾ മദ്യപിക്കത്തില്ല, ഞങ്ങൾ കഞ്ചാവ് വലിക്കത്തില്ല, ഞങ്ങൾ ബീഡി വലിക്കത്തില്ല. റോമാലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പാപത്തിന് കൊടുത്തിരിക്കുന്ന അതിമനോഹരമായ നിർവചനം ആ മൈക്കിൽ കൂടെ നന്നായിട്ട് നിർത്തി നല്ല കനത്തിലൊന്ന് വായിച്ച മോളെ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ബ്രദറെ, സിസ്റ്ററെ, സഹോദര, കടത്തിനെ നിന്ന് വചനം കേൾക്കുന്ന ബ്രദറെ, വീട്ടിനകത്തിരുന്ന് വചനം കേൾക്കുന്ന സഹോദരി, ഇന്ന് രാത്രി ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നു നോക്ക്. റോമർ 7:19 പറയുന്നു, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കാത്ത നന്മ ചെയ്യുന്നില്ല എങ്കിൽ, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിലെ പാപമാണ്. അപ്പൊ പാപം എന്താന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യാതെ തിന്മ ചെയ്യുന്നത് പാപമാണ്. നന്മ ചെയ്യാതെ
തിന്മ ചെയ്യുന്നത് പാപമാണ്. എനിക്കത് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ, നമ്മൾ കാണുന്ന വാർത്തകളിൽ, നമ്മൾ വായിക്കുന്ന വാർത്തകൾ നന്മയുടെ വാർത്തകളാണോ? കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, ഒറ്റ മോൻ അമ്മയെ എത്ര പ്രാവശ്യം വെട്ടി? കഷ്ടപ്പെട്ടു നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെടുത്തു വളർത്തി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്ത് അമ്മയെക്കാളുകൾ വളർന്നപ്പോൾ അവൻ അകത്ത് പാപത്തിന്റെ ശക്തി വളർന്നു വന്നിട്ട് പെറ്റമ്മയെ കക്ഷണം കക്ഷണമായി വെട്ടുന്നതിൽ മടി കാണിക്കാത്ത അവ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടതും വായിച്ചതുമല്ലേ? ഹല്ലേലൂയ. അപ്പന് മക്കളേതാണെന്നറിയാത്ത, അമ്മമാർക്ക് മക്കളേതാണെന്നറിയാത്ത, ഭാര്യമാർക്ക് ഭർത്താവ് ഏതാണെന്നറിയാത്ത, ലോകത്തെ മുഴുവനും വിറപ്പിക്കത്തക്ക രീതിയിൽ മനുഷ്യനെ മൃഗത്തെക്കാളും തരം താണ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇന്നത്തെ പ്രവൃത്തിയുടെ പിൻപിൽ വ്യാപരിക്കുന്ന തിന്മയാണ് വേദപുസ്തകം പാപമെന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കും, ഗ്രീഷ്മയോ എന്തോ ആയിക്കോട്ടെ, സ്തോത്രം. ജ്യൂസൊക്കെ പ്രാർത്ഥിച്ച് കുടിച്ചോട്ടെ, ഒരു ആമേൻ പറഞ്ഞോട്ടെ. സഹോദരന്മാരെ, കിട്ടുന്ന ജ്യൂസ് എല്ലാം കൂടെ മേടിച്ച് ഫ്രീ ആയിട്ട് കിട്ടിയാന്ന് പറഞ്ഞ് കുടിക്കരുത്. വചനം പറയുന്നു, നീ സ്തോത്രം പറഞ്ഞാൽ ഏത് വിഷവും അതിനകത്ത് നിന്ന് പോവും. ആരോടൊക്കെ ഇങ്ങോട്ട് നോക്കുന്ന പ്രശ്നം ഉണ്ടാക്കല്. കരമുയർത്ത് രാമൻ പറഞ്ഞാട്ടെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. അവളെ ഇനി ജീവപര്യന്തമല്ല, ആമേ സ്തോത്രം, അവളെ ഇനി തൂക്കുകയറിന് വിധിച്ചാലും നാളെയും ഇവിടെ ഗ്രീഷ്മമാർ എഴുന്നേൽക്കും. അടുത്ത ദിവസം എഴുന്നേൽക്കും. കാരണം എന്തെന്നറിയാമോ? ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത തിന്മയുടെ ശക്തിയായ പാപം അസാധാരണമായി ദേശത്തെ വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആ പാപത്തിന് അവസാനം കുറിക്കാൻ അവൻ കഴിയുന്നത് മാനസാന്തരത്തിന് മാത്രമാണ്. ആ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തിന് മാത്രമാണ്. അവരത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. പാപമുണ്ടോ? പാപമുണ്ട്. ഹൈന്ദവ ഉപദേശത്തിൽ വ്യക്തമായി പറയുന്നു, പാപോഹം, പാപകർമ്മോഹം, പാപാത്മ, പാപസംഭവി. ഖുറാൻ, വിശുദ്ധ ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇബ്ലീസിന്റെ കുത്തുകൊണ്ട് പാപം ചെയ്യാത്തവരാരും ഭൂമിയിലില്ല. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, എല്ലാവരും പോലെ പാപം ചെയ്തു എന്ന്. എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും മത നേതാക്കന്മാരും ഒരുപോലെ പറയുന്നു, പാപമുണ്ട്, പാപമുണ്ട്, പാപമുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ കാട്ടാക്കട ദേശത്തോട് വിളിച്ചു പറയട്ടെ, ഈ പാപത്തിന്റെ മോചനം, ഈ പാപത്തിന്റെ പരിഹാരം എങ്ങനെയാണെന്ന് ഉലക ചരിത്രത്തിൽ വെളിപ്പെടുത്തിയ ഏക പുസ്തകം വിശുദ്ധ ബൈബിളാകയാൽ ബൈബിൾ ഉള്ളവരെല്ലാം അതൊന്ന് ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന പേര് വിളിക്കുക. യേശു എന്ന് കേൾക്കുമ്പോഴേ അകത്തളത്തിൽ ഉണ്ടാകേണ്ട വികാരം എന്തെന്നറിയാമോ? ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പാപത്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവന്നവർക്ക് മനസാന്തരം നൽകുന്ന ഒരു നാമമായി യേശു എന്ന നാമമെന്നൊരു വികാരമോ നമ്മുടെ ഉള്ളിൽ കടന്നു വരേണ്ടത്. ഒരു കാർ ആക്സിഡന്റ് ആയാൽ രക്ഷപ്പെടാൻ കാർ നിർമ്മാതാക്കൾ എയർ ബാഗിൻ്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ ലൈഫ് ജാക്കറ്റിൻ്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ പാരാച്യൂട്ടിൻ്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇന്നിതുവരെ ഉലക ചരിത്രത്തിൽ ടെക്നോളജികൾ ഇത്ര വളർന്നു പന്തലിച്ചിട്ടും ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു ടെക്നോളജിയും വന്നിട്ടില്ല, വരാൻ പോകുന്നതുമില്ല. അങ്ങനെ വന്ന ഏക ടെക്നോളജി 2020 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ദൈവത്വം വിട്ട് ദൈവത്വത്തെ ഊരിവെച്ച്
വേഷത്തിൽ മനുഷ്യനായി പാലസ്തീന്റെ പച്ചമണ്ണിൽ ജനിച്ചു വളർന്ന് ആ യേശു കർത്താവിന് മാത്രമേ ഇന്ന് രാത്രിയിലും അതിനൊരു സൊല്യൂഷൻ, പരിഹാരം തരാൻ കഴിയൂ. ക്രിസ്തേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയോ എല്ലാവർക്കും അംഗീകരിക്കത്തക്ക വചനവുമാകുന്നു എന്ന് തിരുവെഴുത്ത് ശക്തമായി വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ വീടിനകത്തുയരുന്ന തിന്മയാണ് അസമാധാനം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ലഭിക്കുന്ന നന്മകളെ മുഴുവൻ പിശാച് കൊണ്ടുപോയി തകർത്ത് നിന്റെ തലമുറകൾ കഴിക്കേണ്ടത് കുടിക്കേണ്ടത് ഇവിടെ മദ്യമാന്മാർ മദ്യമാഭികളെ ഉണ്ടാക്കി അവർ സാമ്രാജ്യങ്ങൾ ഉയർത്തിക്കെട്ടുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ തിന്മയുടെ അനുഭവത്തിൽ നിന്ന് നന്മയിലേക്ക് വരാനുള്ള ക്ഷണമാണ് ഈ ജനറൽ കൺവെൻഷൻ. പെന്തക്കോസ്തിൽ ആളെ കൂട്ടാനല്ലെന്ന്, സ്തോത്രകാഴ്ച കൂട്ടാനല്ലെന്ന്, തിന്മയിൽ നിന്നും നന്മയിലേക്ക് കാട്ടാക്കട വേഷത്തെ കൊണ്ടുവരാൻ ഇവിടെ ഒരു ഗ്രീഷ്മ ഉയർന്നു വരാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഒരു നന്ദൻകോട്ടിലെ കാളൻ ജോർജ് ഉയർന്നു വരാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ വരാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കാട്ടാക്കട ദേശത്തിൽ പിശാച് ഉയർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന തിന്മകളെ ശാസിക്കുന്ന രാത്രിയാകട്ടെ. കുലപാതകങ്ങൾ അവസാനിക്കട്ടെ, ആത്മഹത്യകൾ അവസാനിക്കട്ടെ, പാപജീവിതങ്ങൾ അവസാനിക്കട്ടെ.